ഹലോ എവ്രി വൺ, ആഷ് ആൻഡ് ആന വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആനയുടെ ബർത്ത്ഡേ ആണ്. ഷീസ് ടേണിങ് 27. കഴിഞ്ഞ വർഷം അന്നയുടെ ബർത്ത്ഡേ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അന്ന ഒരു റിട്രീറ്റ് അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. സോ ഇത്തവണ ഞങ്ങൾ വിചാരിച്ചു ലെറ്റ്സ് മേക്ക് ഇറ്റ് മെമ്മറബിൾ. സോ മിഡ്നൈറ്റ് 12 o'clock ഞങ്ങളൊരു കേക്ക് കട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തു. സോ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. വി ഗേവ് ഹർ ഗിഫ്റ്റ്സ് ആൻഡ് ദർ വാസ് എ സർപ്രൈസ് വീഡിയോ ഫോർ ഹർ. അത് അന്ന ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. സോ വി വർ ഹാപ്പി, ഞങ്ങളെ കൊണ്ട് അത് സാധിച്ചു എന്ന്. പിന്നെ ഇന്ന് ഞങ്ങളുടെ ഒപ്പം ഒരാളുകൂടെ ഉണ്ട്, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഹർ നെയിം ഇസ് ലക്ഷ്മി. സോ ലക്ഷ്മി ഇവിടെ കോൺവെക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ സർപ്രൈസ് പ്ലാൻ ചെയ്യാനും ഇത് എക്സിക്യൂട്ട് ചെയ്യാനും ലക്ഷ്മി എന്നെ ഒരുപാട് സഹായിച്ചു. ഞാൻ മുന്നേ പറഞ്ഞ ആ സർപ്രൈസ് വീഡിയോ ഇതാണ്. സോ നമുക്ക് കാണാം. എന്റെ വീട് മമ്മി Forever flows. Happy birthday, my love, my heart stays higher. You're the spark that sets my soul on fire. With every kiss, with every hug, I celebrate you, my saving grace. Through all the highs and all the lows, our love like a river forever flows. Happy forever flows. അങ്ങനെ മിഡ് നൈറ്റ് സർപ്രൈസും കേക്ക് കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ അടുത്ത ദിവസത്തെ പ്ലാൻ എന്ന് പറയുന്നത് രാവിലെ നമ്മളൊരു ട്രെക്കിംഗ് ഒരു പിക്നിക് പോകാമെന്നായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റു, ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി. ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അന്നയുടെ ഫേവറേറ്റ് ബിരിയാണിയാണ്, എസ്പെഷ്യലി ചിക്കൻ ബിരിയാണി. അങ്ങനെ ബിരിയാണി, റൈത്ത, സാലഡ്, പുഡിംഗ് ഒക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ട്രെക്കിംഗ് സ്പോട്ട് ഇച്ചിരി ദൂരമാണ്. സോ വി ടുക്ക് എ ക്യാബ്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഓൾമോസ്റ്റ് പകുതി വഴിയായപ്പോഴത്തേക്കും എല്ലാവരും നല്ലതുപോലെ ഡീഹൈഡ്രേറ്റ് ആയി. കാരണം വെതർ നിങ്ങൾക്ക് കാണാമല്ലോ, ഇറ്റ് വാസ് വെരി ബ്രൈറ്റ്. അറ്റ് ദ സെയിം ടൈം നല്ല ചൂട് അനുഭവപ്പെട്ടു. പെട്ടെന്ന് നമുക്കിങ്ങനെ എക്സ്ട്രീം വെതർ കണ്ടീഷൻസിലോട്ട് വന്നപ്പോഴത്തേക്കും നമുക്കതങ്ങ് താങ്ങാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഒത്തിരി ഡീഹൈഡ്രേറ്റ് ആയി. അപ്പോൾ പകുതി വഴിക്കാണ് നമ്മൾ ട്രെക്കിംഗ് നടത്തി വരേണ്ടി വന്നു. അടുത്തതായി ഞങ്ങൾ അന്വേഷിച്ചത് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇച്ചിരി തണലുള്ള ഏതെങ്കിലും ഒരു സ്പോട്ടാണ്. അപ്പോൾ വഴിയിൽ ഞങ്ങളൊരു അപ്പൂപ്പനെയും അമ്മൂമ്മേനെയും കണ്ടു. അവരോട് തിരക്കി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നമുക്ക് ഇരുന്ന് കഴിക്കാൻ പാകത്തിനുള്ള സ്പോട്ട് ഉണ്ടോ എന്ന്. അവർ ചിരിച്ചിട്ട് പറഞ്ഞു ഈ പ്രദേശത്ത് അങ്ങനെ ഒരു സ്പോട്ടേ ഉണ്ടാവില്ല എന്ന്. ബിക്കോസ് ഇതൊരു തുറന്ന സ്ഥലമാണ്, അതുകൊണ്ട് മരങ്ങളധികം ഇല്ല. കുന്നിൻ ചെരുവായതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ മാത്രമായിട്ടുള്ളൊരു പ്ലേസ് ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നടന്നിട്ട് ഞങ്ങൾ ടൗണിലേക്ക് വന്നു. ടൗണിലൊരു കാസിൽ ഗ്രൗണ്ട്സ് ഉണ്ട്. അങ്ങനെ കാസർ ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴി നമുക്ക് അവിടെ അടുത്ത് തന്നെ ഒരു ഹാർബറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹാർബറിലൊക്കെ നിന്ന് കുറച്ച് നേരം അവിടെയുള്ള നല്ല ഭംഗിയുള്ള ബോട്ടൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ കാസൽ ഗ്രൗണ്ടിലെത്തി. അപ്പോൾ അവിടെ ഞങ്ങൾ പിന്നെ നോക്കിയതൊരു നല്ല സ്പോട്ടായിരുന്നു കഴിക്കാൻ. ആൻഡ് ലക്കിലി ഞങ്ങളൊരു നല്ല സ്പോട്ട് കണ്ടെത്തിയപ്പോൾ കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ഫൈനലി കഴിക്കാമല്ലോ ഫുഡ്. ഞങ്ങൾക്ക് ഒരുപാട് വിശന്നിരുന്നു, കാരണം ഞങ്ങൾ അതുപോലെ നടന്നു. അപ്പം എൻ്റെ ഫേവറേറ്റ് ചിക്കൻ ബിരിയാണി ചെന്നൈ സ്റ്റൈല് ആശനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത്, പിന്നെ ചെമ്മീൻ റോസ്റ്റ്. അപ്പം അത് രണ്ടായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ സ്പെഷ്യല്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി കഴിച്ചു. ചെറിയൊരു ഡെസേർട്ടൊക്കെ ഞങ്ങൾ കയ്യിൽ കരുതി. അതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് അടിച്ച് കഴിഞ്ഞ് നന്നായിട്ട് ടയേർഡായി. അപ്പോൾ ഞങ്ങൾ കണ്ട സ്ഥലം തന്നെ നല്ല ഒരു നല്ലൊരു ട്രീൻ്റെ അടിയിലായിരുന്നു. അത്യാവശ്യം നല്ല തണൽ അവിടെ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾക്ക് 2 സീഗിൾ ഫ്രണ്ട്സൊക്കെ വന്നു. അവരെ ഞങ്ങൾ കുറച്ച് ഫീഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നല്ലപോലെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കി തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നല്ലൊരു ടൈം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അതിന് ശേഷം സ്റ്റാർബക്സിലെത്തിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഡ്രിങ്ക്സൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ ഒരു കോൾഡ് ലാറ്റയാണ് ഓർഡർ ചെയ്തത്. ലക്ഷ്മി കോഫിയും ആഷ് ഒരു കൂൾ ഡ്രിങ്ക്സുമാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡ്രിങ്ക്സൊക്കെ സ്റ്റാർബക്സിൽ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ പിക്നിക് അവിടെ ഞങ്ങൾ എൻഡ് ചെയ്തു. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എനിക്കൊരു മെമ്മറബിൾ ഡേ ആണ് എൻ്റെ 27th ബർത്ത്ഡേക്ക് തന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.